ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 501ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള കടുത്തുരുത്തിക്കടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അതോടൊപ്പം തന്നെ പ്രോപ്പർട്ടി വിൽക്കുവാനും വാങ്ങുവാനും ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മളിതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. 33 സെൻറ്റിൽ 3100 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് നമ്മളിന്ന് കാണുവാനായിട്ട് വന്നിരിക്കുന്നത്. ഒരു കോമൺ ബാത്റൂം ഔട്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഒരു റണ്ണിങ് ഗ്രോസറി ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു. പലചരക്ക് കടയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്ന ഒരു ഷോപ്പാണ്. അതും ഈ വീടിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ നിൽപ്പുണ്ട്. 350 സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് കെട്ടിടമാണ്. അതും ഇതെല്ലാം ഉൾപ്പെടെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രൈസും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ മുറ്റത്തായിട്ട് എത്തിയിരിക്കുകയാണ്. നല്ല വിശാലമായ മുറ്റം. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ജാതി മരങ്ങളും അതുപോലെ മറ്റ് ഇതര സസ്യങ്ങളും ചെടികളും എല്ലാം ഉള്ള ഒരു മനോഹരമായ ഒരു വീട് തന്നെയാണ്. നല്ല ചെമ്പരത്തിപ്പൂവൊക്കെ നിൽക്കുന്ന പഴയകാല ഒരു പ്രൗഢിയോടെ എടുത്ത് നിൽക്കുന്നത് ജാതിക്കയുടെ കുരുവാണ് അവിടെ ഇട്ടിരിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല വിളവെടുപ്പ് ലഭിക്കുന്നുണ്ട്. ജാതിയിൽ നിന്നും അവർക്ക് അത്യാവശ്യം വരുമാനം ലഭിക്കുന്നുണ്ട്. ജാതിക്കയൊക്കെ കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടാവും. നമ്മളിപ്പം വീടിൻ്റെ ഫ്രണ്ട് വശത്തൂടെ വന്ന് നമ്മൾ ഇതായി കാണുന്ന ആ സ്റ്റേഷനറി കട അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പലചരക്ക് കട നമ്മൾ വീടിനോട് ചേർന്നുള്ള അതിലോട്ട് ഞാൻ അധികം വ്യൂ കൊടുത്തിട്ടില്ല. കാരണം റണ്ണിങ് ഒരു ആയിട്ടുള്ള ഷോപ്പ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടൊന്നും കാണിക്കാനായിരുന്നു. ഇവിടെ നോക്കും നമുക്ക് കാണും. വീടിനോട് ചേർന്ന് തന്നെ ഒരു ബിസിനസ് സംരംഭമാണ്. നമ്മളിപ്പോൾ സിറ്റ് ഔട്ടിലാണ് നിൽക്കുന്നത്. സിറ്റ് ഔട്ടിൽ കൂടി കടന്ന് നമുക്കത് ഈ ഗ്രോസറിയുടെ മുകളിലത്തെ നെല്ലിലോട്ടൊക്കെയാണ് അവിടെ സ്റ്റെയർ കേസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പം വന്നിരിക്കുകയാണ് കിണറിൻ്റെ ഭാഗത്താണ്. ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറുണ്ട്. ഞാൻ പറഞ്ഞത് ചെമ്പരത്തികളും അതുപോലെ മറ്റ് ചെടികളും ഒക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. 36 കിലോമീറ്റർ മാത്രമാണ് എറണാകുളം ടൗണിലോട്ടുള്ള ദൂരം. അതുപോലെ 26 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. ഇപ്പോൾ നമ്മൾ കിണറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടല്ലോ, ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണ്. വീടിൻ്റെ എല്ലാ വശവും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗേറ്റൊക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഈ ബാക്കിൽ കിടക്കുന്ന ഈ പ്രോപ്പർട്ടിയും ഇതിനകത്തുള്ള 36 സെൻറ്റിനകത്തുള്ളതാണ്. ഇതിനകത്തെല്ലാം കൂടുതലും ജാതി മരങ്ങളാണ്. അതുപോലെ കവുങ്ങ് അടയ്ക്കായും വിൽക്കാനുള്ള നമുക്ക് അത്യാവശ്യം ബിസിനസ് അല്ലെങ്കിൽ നമുക്കൊരു വരുമാന സ്രോതസ്സാണ്. ഒരു ആപ്പിൾ ചാമ്പയൊക്കെ ഉണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ നല്ല പച്ചപ്പായിട്ട് എടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. വെള്ളമൊന്നും കയറാത്ത സ്ഥലമാണ്. നല്ല ഭാഗങ്ങളും നല്ലതായി തന്നെ മതിലെല്ലാം കെട്ടി ബന്ധവസാക്കിയിട്ടുണ്ട്. പട്ടിക പൂജകളൊന്നും തന്നെ നമ്മുടെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ കിടക്കുവാനായിട്ടുള്ള സാധ്യതകളില്ല. അതേ രീതിയിലാണ് അവർ ആ കോമ്പൗണ്ട് വാളുകളും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വീട്ടിലോട്ട് ഉള്ള തേങ്ങകളും എല്ലാം തന്നെ തെങ്ങും തേങ്ങായും എല്ലാം ലഭിക്കുന്നുണ്ട്. വാഴയുണ്ട്, അതുപോലെ മാവുണ്ട്, അങ്ങനെ ഒട്ടനവധി മരങ്ങളും ചെടികളും അതുപോലെ നല്ല കാന്താരി ചെടിയൊക്കെ നമ്മുടെ ഒരു വീക്കെൻഡ്സാണ്. അതുപോലെ കുരുമുളകും നമുക്ക് ലഭിക്കുന്നുണ്ട് വീട്ടിലോട്ട് അത്യാവശ്യം. ഈ വീടിൻ്റെ വെളിയിലുള്ള അല്ലെങ്കിൽ ബാക്ക് സൈഡാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കിച്ചൻ്റെ ഒരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്ക് സൈഡിൽ അവിടെ ഞാൻ പറഞ്ഞൊരു ടോയ്ലറ്റ് വെളിയിലായിട്ടുണ്ട്. ആ ടോയ്ലറ്റാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വാഷ് ബേസിനും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ എല്ലാ ഇടയിലും കൂടെ അങ്ങോട്ട് പോകാം. ഇത് സെർവൻസിനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ചെറിയ സ്റ്റോറും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു പട്ടിക്കൂടും ഒക്കെ പണിതിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോവുകയാണ്. രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ഥലം ഉണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ സൈഡും കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി വളരെ മനോഹരമാക്കിയിട്ടിരിക്കുന്ന ഒരു മുറ്റവും പരിസരവുമാണ്. വീടിൻ്റെ ഫ്രണ്ട് വശം തന്നെ ടാർ റോഡ് ഫ്രണ്ടേജാണ്. നല്ല രീതിയിൽ തന്നെ അവിടെയും നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗേറ്റും കാര്യങ്ങളും എല്ലാം തന്നെ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ നമ്മൾ കണ്ടു. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നല്ല രീതിയിൽ തന്നെ ഗ്രാനൈറ്റൊക്കെ വിരിച്ച് മനോഹരമായിട്ടിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ്. നല്ല ബലവത്തായ ഒരു ഡോറ്, അതും തേക്കിൻ്റെ തടിയിൽ കൊത്തുപണികളോട് തീർത്ത ഡോറാണ്. വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചപ്പം നല്ല വിശാലമായ ലിവിങ് ഏരിയയാണ്. TV യൂണിറ്റുകളൊക്കെ നൽകാവുന്ന രീതിയിൽ തന്നെ എല്ലാ അത്യാവശ്യമായി തന്നെ നല്ല രീതിയിൽ തന്നെ കളർഫുള്ളായിട്ടുള്ള ലിവിങ് ഏരിയയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. അതിൻ്റെ ജിപ്സം വർക്കുകളും ജിപ്സം ബോർഡുകളും ഒക്കെ നൽകി LED ലൈറ്റുകളും ലൈറ്റൊക്കെ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു മടുപ്പും വിചാരിച്ചിട്ടില്ല. നല്ല രീതിയിൽ തന്നെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ആ ലൈറ്റും ആ TV യൂണിറ്റുകളും എല്ലാം തന്നെ ആ മെയിൻ ഡോറും ഒക്കെ നമുക്ക് ആ ലിവിങ് ഏരിയയ്ക്ക് വളരെ ഒരു ഭംഗി
എടുത്ത് പറയത്തക്ക ഒരു ഭംഗി നമുക്ക് ആ ലിവിങ് ഏരിയയ്ക്ക് നൽകുന്നുണ്ട്. നമുക്ക് അവിടുന്ന് ആ പോർഷൻ കഴിഞ്ഞ് നേരെ കയറുന്നത് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയ എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് ബെഡ്റൂമിലേക്കും അതുപോലെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസിലേക്കും ഇവിടുന്ന് നേരെ ഡൈനിങ് ഏരിയയിലേക്കും കയറാവുന്ന രീതി നല്ല രീതിയിൽ തന്നെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ബെഡ്റൂമാണ് നമുക്ക് നേരെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ നന്നായി തന്നെ ജിപ്സം വർക്കൊക്കെ ഒരു ബ്ലൂ കളർ ആണ് അവിടെ ഒരു ഫോളോ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ബെഡ്റൂം കാണുവാൻ കഴിയും. ഇവിടെ നല്ല മനോഹരമായ ഒരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു ഗ്രീൻ കളറാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമിനും അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തമായ രീതിയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ഒരു പച്ച കളറാണ്. ഒരു വാഷ് ബേസിൻ ഏരിയയും അതുപോലെ തന്നെ ആ ഡൈനിങ്ങിൻ്റെ ആ പോർഷനുമൊക്കെ വളരെ മനോഹരമായി തന്നെ നമുക്ക് ആ ഒരു ഗ്രീനിഷ് കളറിൽ കാണുവാനായിട്ട് കഴിയും. എല്ലാം നല്ല നല്ല സൂപ്പറായിട്ടുണ്ട്. കിച്ചണാണെങ്കിൽ അതിലും ഗംഭീരമായിട്ടുണ്ട്. നല്ല ഗ്ലാസ് ഡോറൊക്കെ കൊടുത്ത് ബ്ലൂ കളർ ഗ്ലാസ് ഡോർ കയറി വരുന്ന നല്ല വിശാലമായ ഒരു കിച്ചണാണ്. അവിടെ യെല്ലോ പാറ്റേണാണ് കബോർഡ് വർക്കുകളും സ്റ്റോറേജിനൊക്കെ കൊടുത്തിരിക്കുന്നത്. റൂഫ് വർക്കുകളെല്ലാം തന്നെ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പ് അത് തന്നെ വളരെ മനോഹരമാണ്. ഇവിടെയാണ് നമുക്ക് സെക്കൻഡ് കിച്ചൺ അല്ലെങ്കിൽ നേരെ നമുക്ക് അങ്ങോട്ട് കാണാവുന്ന രീതിയിൽ സെക്കൻഡ് കിച്ചണോട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വിശാലമായ ഒരു അടുക്കളയുടെ ഫ്ലോറിംഗ് എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തമായ നല്ല ടൈൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലോറിംഗ് ആണ്. ഇവിടെ നല്ല രീതിയിൽ തന്നെ കുക്കിംഗ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ ഉള്ള ഇടാം നമുക്കിവിടെ ഈ ഒരു പോർഷൻ ലഭിക്കുന്നുണ്ട്. കിച്ചൻ്റെ ആ ഒരു ഏരിയ കഴിഞ്ഞ് നമുക്ക് ആ ഒരു പോർഷൻ ഇവിടെയായിട്ടാണ് വാഷ് ബേസിന് ഒരു കോമൺ ബാത്റൂം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമാണ്. ഇത് നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. പിങ്ക് കളർ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു റൂമാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ നന്നായി തന്നെ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. അവിടെ കർട്ടനൊക്കെ കൊടുത്ത് അത് കളർഫുള്ളാക്കി കൊടുത്തിട്ടുണ്ട്. അതൊരു കോമൺ ബാത്റൂമാണ് വരുന്നത്. ഡൈനിങ് ഏരിയയ്ക്ക് ഞാൻ പറഞ്ഞത് ഒരു പച്ച നല്ല കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ കഴിഞ്ഞ് നമുക്കിനി മുകളിലത്തെ നിലയിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് നമുക്ക് കാണുവാനുണ്ട്. മെയിൻ ബെഡ്റൂം ഇതാണ്. ആ ബെഡ്റൂം വിശാലമായൊരു ബെഡ്റൂമാണ്. നല്ല നീളത്തിന് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളും അതുപോലെ ബെഡ്റൂം സെറ്റും ആ ഒരു റൂമിന് എടുത്തു പറയത്തക്ക കളറാണ്. അതിൻ്റെ റൂഫ് വർക്കും അതുപോലെ തന്നെ അതിന് കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ നമുക്ക് ആ റൂമിൻ്റെ ഒരു പ്രത്യേകമായ ഒരു രണ്ട് ഫാനാണ് ആ ബെഡ്റൂം നൽകിയത്. അതിൻ്റെ ഫ്ലോറിങ് എല്ലാം വളരെ വ്യത്യസ്തമായി തന്നെ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ഡോറുകൾക്ക് പോലും ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു ഭിത്തിയിൽ തന്നെ നമുക്കിനി മുകളിലത്തെ നിലയിലേക്ക് പോകാം. ഇവിടെ നല്ല രീതിയിൽ തന്നെ ടൈലുകളെല്ലാം നൽകി അല്ലെങ്കിൽ ഗ്രാനൈറ്റാണ് ഇവിടുത്തെ സ്റ്റെപ്പിന് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ നല്ല വിശാലമായ ഒരു ഹോളാണ് നമുക്ക് റൂഫ് ടോപ്പ് നൽകിയിരിക്കുന്നത്. 2 നിലയല്ല വീട്, പക്ഷേ 2 നിലയുടെ ഒരു ഗെറ്റപ്പ് ആ വീടിനുണ്ട്. മുകളിൽ ഡ്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ബോർഡ് ഉപയോഗിച്ച് നല്ല എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെ ക്ലോസ്ഡ് ആയതുകൊണ്ട് ആ സ്ക്വയർ ഫീറ്റും നമുക്ക് ഈ വീടിന് വരും. ധാരാളം വെളിച്ചം ലഭിക്കുന്ന രീതിയിൽ ആ റൂഫേൽ ഒരു ഫൈബർ ഗ്ലാസ് ഇതും കൊടുത്തിട്ടുണ്ട്, ഷീറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇവിടെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഹോളാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു ഓപ്പൺ സിറ്റ് ഔട്ടും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ മുകളിലത്തെ നിലയിൽ കാണുമ്പോഴത്തേന് കാണുന്ന ആ ഒരു ബാൽക്കണിയും ആ ഒരു വരാന്തയാണ്. അത് നമുക്ക് നോക്കിയാൽ കാണാം വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നതിൽ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് സംരംഭമൊക്കെ തുടങ്ങാനൊക്കെ ആവശ്യത്തിനായിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു ഏരിയ തന്നെയാണിത്. നമുക്ക് ഈ കടുത്തുരുത്തി ടൗണിലേക്ക് വെറും 350 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. കടുത്തുരുത്തി ടൗണിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക്. ബസ് സ്റ്റോപ്പാണ് കടുത്തുരുത്തി ടൗണ്. നമുക്ക് ബസ് സ്റ്റോപ്പിലേക്കൊക്കെ വളരെ അടുത്താണ്. ഇപ്പോൾ കോട്ടയം ടൗണിലേക്കും എറണാകുളത്തേക്കൊക്കെ പോകാൻ എളുപ്പമാണ്. ഏറ്റുമാനൂർ, പിന്നെ അതുപോലെ തന്നെ കാത്തലിക്സ് പള്ളികൾ, അമ്പലങ്ങൾ അതുപോലെ തന്നെ എല്ലാം തന്നെ തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട്. മുട്ടുചിറ അറിയാമല്ലോ, ഹോസ്പിറ്റലുകൾ, കടുത്തുരുത്തിയിലും ഹോസ്പിറ്റൽ കാര്യങ്ങളും അതുപോലെ ഹോട്ടലുകളും എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്ന ഏരിയയാണ് നമ്മുടെ കടുത്തുരുത്തി ഏരിയ. എല്ലാ വിഭാഗക്കാരുടെ പള്ളികളും അമ്പലങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്നു. അതുപോലെ
മറ്റ് ആരാധനകളും എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്ന ഏരിയയാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. വില വിവരങ്ങളൊക്കെ ഞാൻ എൻ്റെ ക്യാപ്ഷനിലും തമ്പനയിലും കൊടുത്തിട്ടുണ്ടാവും. ഇനി അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.